Hello once again, welcome to EaziLessons. ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ ലീനിയർ ലിങ്ക് ലിസ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ ഏകദേശം നമുക്ക് ലീനിയർ ലിങ്ക് ലിസ്റ്റ് എന്താണെന്നും അതിൽ നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുമെന്നും ബേസിക് ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് ട്രാവേഴ്സൽ, സെർച്ചിങ്, ഇൻസേർഷൻ, ഡെലീഷൻ. ഇനി നമുക്ക് ഒരുപാട് ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കൺകാറ്റനേഷൻ ഓഫ് ലിങ്ക് ലിസ്റ്റ് ഉണ്ട്, റിവേഴ്സിംഗ് ഉണ്ട്. നമ്മൾ ബേസിക് ഓപ്പറേഷൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, now let us move on to doubly linked list. Doubly linked list is otherwise known as two-way list. Linear linked list നമ്മൾ one-way list എന്നാണ് പറയാന്ന് പറഞ്ഞു. Doubly linked list നമ്മൾ two-way list എന്നാണ് പറയാ. Because ആ ഒരു വാക്ക് വരാനുള്ള റീസൺ എന്താണെന്നുണ്ടെങ്കിൽ ലീനിയർ ലിങ്ക് ലിസ്റ്റിനെ നമ്മൾ one-way list എന്ന് പറയാൻ കാരണം നമുക്ക് ഒരു ലീനിയർ ലിങ്ക് ലിസ്റ്റിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് മാത്രമായിരിക്കും നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക. So whenever we get the starting address of the linear linked list, we can traverse the list in the forward direction only. Because each node contains the address of next pointer, and once we get the address of first node, we can traverse or we can move on to the second node automatically because the second node's address is with the first node. So in the same manner, by taking the address of each nodes from the next pointers of each nodes, we can move forward and traverse each node. So only forward direction is possible in the case of one-way list or linear linked list. But in the case of a doubly linked list, the difference when compared with the linear linked list is that here the node is divided into 3 different parts instead of 2 parts. And the 3 parts are previous pointer, next pointer and information part. ലീനിയർ ലിങ്ക് ലിസ്റ്റിൽ നമ്മൾ പറഞ്ഞു ഒരു നോഡിനെ നമ്മൾ 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. അതായത് ഇൻഫർമേഷൻ പാർട്ടും, ദാറ്റ് ഈസ് ഡാറ്റ ഗിവൺ ബൈ ദ യൂസർ, ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റർ വിച്ച് കണ്ടെയ്ൻസ് അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് നോഡ്. But in the case of two-way list or a doubly linked list, each node is divided into 3 parts, that is a previous pointer, next pointer and information part. As in the linear linked list, the information part is always containing the data which is given by the user, whereas the previous pointer contains the address of the previous node and the next pointer contains the address of next node. അപ്പോൾ ഫസ്റ്റ് നോഡ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റ് പോയിന്ററിൽ എന്തുണ്ടാവും? സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. സെക്കൻഡ് നോഡിൻ്റെ നെക്സ്റ്റ് പോയിന്ററിൽ തേർഡ് നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. അങ്ങനെ പോകും. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ലാസ്റ്റ് നോഡ്, ദ നെക്സ്റ്റ് പോയിന്റർ വിൽ കണ്ടെയ്ൻ എ നൾ വാല്യൂ ബിക്കോസ് അത് കഴിഞ്ഞിട്ട് വേറെ നോഡില്ല. ഇൻ ദ സെയിം വേ, the last node contains the address of previous node in the previous pointer. Previous pointer എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നോഡിന്റെ പ്രീവിയസ് പോയിന്ററിൽ എന്തായിരിക്കും? തൊട്ട് മുൻപത്തെ നോഡിന്റെ അഡ്രസ്സ് ആയിരിക്കും. ആ ലാസ്റ്റ് ബട്ട് നോഡിന്റെ അഡ്രസ്സ് ആ ഒരു നോഡ് എടുത്തു കഴിഞ്ഞാൽ പ്രീവിയസ് പോയിന്റർ ഓൾവേസ് കണ്ടെയ്ൻസ് അഡ്രസ് ഓഫ് ദ പ്രീവിയസ് നോഡ്. ആൻഡ് വാട്ട് ഈസ് ദ കേസ് ഓഫ് ഫസ്റ്റ് നോഡ്? ഫസ്റ്റ് നോഡിന്റെ കേസിൽ പ്രീവിയസ് പോയിന്ററിൽ എന്താ ഉണ്ടായിരിക്കുക? ഒരു നൾ വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ in short, the previous pointer of the first node will contain a null value and the next pointer of the last node contains a null value. And all the rest next pointers contains the address of the next nodes, and all the previous pointers except the first node will contain the address of the previous nodes. And as in the case of linear linked list, we will be storing the address of first node in a starting structure pointer. ഹെഡ് എന്നോ സ്റ്റാർട്ട് എന്നോ വിളിക്കാവുന്ന ഒരു പോയിന്ററിലായിരിക്കും നമ്മൾ ഫസ്റ്റ് നോഡിന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫിഗറിൽ കാണാം, ഒരു നോഡ് എന്താണെന്ന് കാണാം. ഒരു ഡബ്ലി ലിങ്ക് ലിസ്റ്റിന്റെ ഫിഗർ നിങ്ങൾക്ക് കാണുന്നുണ്ട്. നോഡിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ പറഞ്ഞു വന്നത് എന്താണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഫസ്റ്റ് നോഡിന്റെ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഫോർവേഡ് ഓർഡറിൽ ലിങ്ക് ലിസ്റ്റിനെ പ്രിന്റ് ചെയ്യാം. കാരണം ഫസ്റ്റ് നോഡ് കിട്ടി, ഫസ്റ്റ് ഇൻഫർമേഷൻ 10 എന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് നോഡിന്റെ കയ്യിൽ എന്തുണ്ട്? നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ്സ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഫോർവേഡ് ട്രാവേഴ്സിങ്ങും പോസിബിൾ ആണ്. വൺസ് വി ഗെറ്റ് ദ അഡ്രസ് ഓഫ് ലാസ്റ്റ് നോഡിന്റെ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ട്രാവേഴ്സ് എ ലിങ്ക് ലിസ്റ്റ് ഇൻ ദ ബാക്ക്വേർഡ് ഡയറക്ഷൻ ഓൾസോ. സോ ആസ് എ ട്രാവേഴ്സൽ ഈസ് പോസിബിൾ both in both directions. We call the doubly linked list as a two-way list. Okay, ഒരു നോഡിനെ നമ്മൾ എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യാം? നമ്മൾ ഓൾറെഡി നമുക്കറിയാം, സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് നോഡിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവിടെ
എങ്ങനെയാണ് ഒരു ഡബ്ലി ലിങ്ക് ലിസ്റ്റിൻ്റെ നോഡ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ സ്ട്രക്ചർ ഡെഫിനേഷൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞൊരു ഇൻറ്റിജർ വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു പ്രീവിയസും നെക്സ്റ്റും പോയിന്റേഴ്സ് സ്ട്രക്ചർ പോയിന്റേഴ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അൽഗോരിതത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഒരു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ട്രാവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് അതിനൊരു 2-way ലിസ്റ്റ് എന്ന് പറയാൻ കാരണം, ഫോർവേഡ് ട്രാവേഴ്സിങ്ങും ബാക്ക്വേർഡ് ട്രാവേഴ്സിങ്ങും പോസിബിൾ ആണ് ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫോർവേഡ് ട്രാവേഴ്സൽ എന്ന് പറഞ്ഞൊരു അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ് നമ്മളവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊണ്ടുവരുന്നത്. സോ ഇനീഷ്യലി ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഈസ് ബീങ് കോപ്പിഡ് ഓൺ ടു ടെംപ് and we are repeating while temp not equal to null. So initially the value of temp is 1000. That starting address ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. So 1000 not equal to null condition is true. Print temp dot num എന്ന് പറയുമ്പോൾ 1000ലുള്ള നമ്പർ പ്രിന്റ് ചെയ്യും, അതായത് 10 പ്രിന്റ് ചെയ്യും. And temp equal to temp dot next എന്ന് പറയുമ്പോൾ 1000ന്റെ നെക്സ്റ്റ്, that is 2000 will be assigned to temp. So now temp is 2000. So again the condition will be evaluated. 2000 not equal to null condition is true. 2000 dot num print ചെയ്യും, that is 20 print ചെയ്യും. Again temp equal to temp dot next എന്ന് പറയുമ്പോൾ 2000 next, that is 3000 will be assigned to the temp. So the new value of the temp will be 3000. Again condition will be evaluated as 3000 not equal to null condition is again true, and 3000 dot num will be printed, that is 30 will be printed. Temp is again moved on to the next node, that is temp equal to temp dot next, then temp becomes 4000. Again condition is evaluated as 4000 not equal to null, then 4000 dot num is printed, that is 40 is printed, and then temp equal to temp dot next എന്ന് പറയുമ്പോൾ temp becomes null value. 4000ന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് null ആണ്. So again while evaluating the loop, ടെമ്പിൻ്റെ വാല്യൂ എന്താണ്? നൾ നോട്ട് ഈക്വൽ ടു നൾ എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആവും, ലൂപ്പ് എക്സിറ്റ് ചെയ്യും. നമുക്ക് ഫോർവേഡ് ഓർഡറിൽ പ്രിന്റ് ചെയ്ത് കിട്ടി. ഇനി ഇതേപോലെ നമുക്ക് ബാക്ക്വേർഡ് ഓർഡറിലാണ് പ്രിന്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ലാസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് സ്റ്റാർട്ടിങ് അഡ്രസ്സാണ്. അപ്പോൾ അതിന് നമ്മൾ ടെമ്പിൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് നമ്മൾ ലീനിയർ ലിങ്ക് ലിസ്റ്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് എപ്പോൾ നിങ്ങൾക്ക് കാണണോ ടെം ഡോട്ട് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ എന്നുള്ള ലൂപ്പാണ് യൂസ് ചെയ്യേണ്ടത്. ബിക്കോസ് ഏത് നോഡിൻ്റെ നെക്സ്റ്റിലാണോ നള്ള് കാണുന്നത്, ദാറ്റ് ഈസ് ലാസ്റ്റ് നോഡ്, അതുവരെ ലൂപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൂപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ടെമ്പിനെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് നോഡുകളിലേക്ക്. അങ്ങനെ മൂവ് ചെയ്ത് ലാസ്റ്റ് നോഡ് എത്തുന്ന സമയത്ത് ഈ ലൂപ്പ് എക്സിറ്റ് ചെയ്യും. എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ടെമ്പിൽ എന്തുണ്ടാവും? ലാസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? റിപ്പീറ്റ് വൈൽ ടെമ്പ് നോട്ട് ഈക്വൽ ടു നൾ. സോ നൗ ടെമ്പ് ഈസ് ദ അഡ്രസ് ഓഫ് ലാസ്റ്റ് നോഡ്. 4000 നോട്ട് ഈക്വൽ ടു നൾ എന്ത് പ്രിന്റ് ചെയ്യും? പ്രിന്റ് ടെം ഡോട്ട് നം എന്ന് പറയുമ്പോൾ 4000ലെ നമ്പറാണ് പ്രിന്റ് ചെയ്യുക. ആൻഡ് ദെൻ ടെംപ് ഈസ് മൂവ്ഡ് ഓൺ ടു ദ പ്രീവിയസ് നോഡ്. ടെംപ് ഈക്വൽ ടു ടെം ഡോട്ട് പ്രീവിയസ്. 4000ന്റെ പ്രീവിയസിൽ എന്തുണ്ട്? 3000 എന്ന് പറഞ്ഞ അഡ്രസ് ഉണ്ട്. സോ അഗെയിൻ കണ്ടീഷൻ വിൽ ബി ഇവാലുവേറ്റഡ് വൈൽ 3000 നോട്ട് ഈക്വൽ ടു നൾ, 3000 not dot num will be printed, that is 30 will be printed. And again temp is moved on to the previous node. Temp becomes 2000. Again condition will be evaluated. 3000 not equal to null condition is true. So 3000 dot num will be printed, and again temp will be moved on to the previous node as 3000 dot previous, that is 3000 in the previous, that is 2000 ആണ്. വീണ്ടും 2000 നള്ളായിട്ടില്ല, അപ്പോൾ 20 പ്രിന്റ് ചെയ്യും. വീണ്ടും 2000ന്റെ പ്രീവിയസ് എന്ന് പറയുമ്പോൾ 1000 ആവും. 1000 not equal to null condition is true, so 10 will be printed, and again when temp equal to temp dot previous എന്ന് പറയുമ്പോൾ 1000ന്റെ പ്രീവിയസ് നള്ളാണ്. സോ വീണ്ടും കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നള്ളാണെന്ന് കാണുമ്പോൾ വൈൽ ലൂപ്പ് എക്സിറ്റ് ചെയ്യും. സോ എന്ത് സംഭവിച്ചു? നമുക്ക് ബാക്ക്വേർഡ് ഓർഡറിലാണ് എലമെന്റ്സ് പ്രിന്റ് ചെയ്ത് കിട്ടിയത്. ഇങ്ങനെ ഫോർവേഡ് ഓർഡറിലും ബാക്ക്വേർഡ് ഓർഡറിലും ട്രാവേഴ്സ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മൾ ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിനെ ആ പേരിട്ട് വിളിക്കാനായിട്ട് കാരണം. ഓക്കെ, സോ നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രോഗ്രാമിലേക്ക്. ഓക്കെ, ഇതാണ് ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിൻ്റെ പ്രോഗ്രാം. ഇവിടെ സ്ട്രക്ചർ ഡെഫിനിഷൻ നോക്കുക. ഇൻറ്റ് നം ഇൻഫർമേഷൻ പാർട്ട്, അതുപോലെ 2 പോയിന്റേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സ്ട്രക്ട് നോഡ്, സ്റ്റാർ നെക്സ്റ്റ് ആൻഡ് സ്റ്റാർ പ്രീവിയസ്. And after that structure definition is closed, and we are changing the name of struct node as node. And then
Here we are using three functions. One function is to create the doubly linked list and two other functions, fDisplay and bDisplay. fDisplay is used to display the doubly linked list in the forward direction, and bDisplay is a function which is used to display the nodes of a doubly linked list in the backward direction. In all the three functions, we are taking a node pointer or a structure pointer as an argument, and all the functions have a void return value, that is, it has no return value. Okay, so initially we are declaring a starting pointer, a structure pointer, and then we are creating a new node using malloc function, and we are storing the starting address in st. So now st contains the address of first node. Okay, then we are setting the previous pointer of the st as null. Doubly linked listന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഓരോ നോഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും ആ നോഡിന് പ്രീവിയസ് പോയിന്റും നെക്സ്റ്റ് പോയിന്റും ഉണ്ടാവും. ഇപ്പം നമ്മൾ ചെയ്തത് ഫസ്റ്റ് നോഡാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ആരുടെ കയ്യിലുണ്ട്? എസ് ടിയുടെ കയ്യിലുണ്ട്. അപ്പോൾ എസ് ടി പോയിന്റ് ചെയ്യുന്ന അഡ്രസ് ലൊക്കേഷൻ, ദാറ്റ് ഈസ് ഫസ്റ്റ് നോഡ് 1000 ആണെന്ന് വിചാരിക്കുക. 1000ന്റെ പ്രീവിയസ് നള്ളാക്കാനാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് നോഡിന്റെ പ്രീവിയസ് നമ്മൾ നള്ളാക്കി വെച്ചു, കാരണം ഫസ്റ്റ് നോഡിന്റെ പ്രീവിയസ് പോയിന്റ് എപ്പോഴും നള്ളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ഫംഗ്ഷൻ വിളിക്കുകയാണ്. സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കൊണ്ടുപോയിട്ട് ലീനിയർ ലിങ്ക് ലിസ്റ്റിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? യൂസറിൻ്റെ നമ്പർ റീഡ് ചെയ്യുന്നു. കണ്ടിന്യൂ ചെയ്യണമെന്ന് ചോദിക്കുന്നു. കണ്ടിന്യൂ ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പോയിന്റിൽ നൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അഥവാ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് പറയണമെന്നുണ്ടെങ്കിൽ ദ നെക്സ്റ്റ് നോഡ് വിൽ ബി ക്രിയേറ്റഡ് യൂസിങ് malloc ഫംഗ്ഷൻ ആൻഡ് ദ അഡ്രസ് ഓഫ് ദ ന്യൂ നോഡ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ നെക്സ്റ്റ് പോയിന്റർ ഓഫ് ദ കറണ്ട് നോഡ്. അതങ്ങനെ റിക്കേഴ്സീവായിട്ട്. പക്ഷെ ഇവിടെ ആകെ ഒരു ഡിഫറൻസ് ഉള്ളത്, ഓരോ പ്രാവശ്യം നമ്മൾ പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ പ്രീവിയസ് പോയിന്റർ കണ്ടോ, ടി ഡോട്ട് നെക്സ്റ്റ് ഡോട്ട് പ്രീവിയസ്, അതൊരു പുതിയ കാര്യമാണ്. ടി എന്ന് പറഞ്ഞാൽ കറണ്ട് നോഡ്. ആ കറണ്ട് നോഡിൻ്റെ നെക്സ്റ്റിൽ നമ്മൾ എന്ത് സ്റ്റോർ ചെയ്തു? പുതിയ ഒരു നോഡ് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യിപ്പിച്ചു. ഇനി ഇവിടെ എന്താ പറയുന്നത്? ടി ഡോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പുതിയ നോഡ്, അതിൻ്റെ പ്രീവിയസ്, പുതിയ ക്രിയേറ്റ് ചെയ്ത നോഡിൻ്റെ പ്രീവിയസ് എവിടേക്ക് സെറ്റ് ചെയ്തു? ടിയിലേക്ക്, അതായത് ഇപ്പോഴത്തെ കറണ്ട് നോഡിലേക്ക്. എന്നാലല്ലേ പ്രീവിയസ് പോയിന്ററിനെ പോയിന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ക്രിയേറ്റ് ഫംഗ്ഷൻ റിക്കേഴ്സീവായിട്ട് കോൾ ചെയ്യാണ്. സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സും കൊണ്ടുപോവാണ്. വീണ്ടും ക്രിയേറ്റ് ഫംഗ്ഷൻ്റെ മുകളിൽ വരും. സെക്കൻഡ് നോഡിലേക്ക് ഡാറ്റ റീഡ് ചെയ്യും. കണ്ടിന്യൂ ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ ഇപ്പോൾ ടിയിലെ സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സാണുള്ളത്. വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞാൽ തേർഡ് ഒരു നോഡ് ഉണ്ടാക്കും. അതിൻ്റെ അഡ്രസ്സ് ഇപ്പോഴത്തെ സെക്കൻഡ് നോഡിൻ്റെ നെക്സ്റ്റിൽ വയ്ക്കും, ടീൻ്റെ നെക്സ്റ്റിൽ വയ്ക്കും. എന്നിട്ട് നമ്മൾ പറയുകയാണ് സെക്കൻഡ് നോഡിൻ്റെ നെക്സ്റ്റിൽ നമ്മളിപ്പോൾ വെച്ചിട്ടുള്ള തേർഡ് നോഡിൻ്റെ പ്രീവിയസ് പോയിന്റർ സെക്കൻഡ് നോഡായിട്ട് സെറ്റ് ചെയ്യണം എന്ന് പറയുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ആ പ്രീവിയസ് പോയിന്റർ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നിങ്ങൾ ട്രേസ് ചെയ്ത ഒരു ലിങ്ക് ലിസ്റ്റ് വരച്ച് ഓരോ നോഡ് ക്രിയേറ്റ് ചെയ്ത് പോയാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി ക്രിയേഷൻ കഴിഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ തിരിച്ച് മെയിൻ ഫംഗ്ഷനിലേക്ക് തന്നെ വരും. അവിടെ നമ്മൾ ഡിസ്പ്ലേ ഫംഗ്ഷനെ വിളിക്കുന്നുണ്ട്, ഫോർവേഡ് ഡിസ്പ്ലേ പ്രത്യേകതകളൊന്നുമില്ല. നമ്മുടെ ലീനിയർ ലിങ്ക് ലിസ്റ്റിൻ്റെ ഡിസ്പ്ലേ പോലെ തന്നെയാണ്. വൈൽ ടി നോട്ട് ഈക്വൽ ടു നൾ കണ്ടോ, ഓരോ എലമെൻ്റായിട്ട് പ്രിൻറ്റ് ചെയ്യുന്നു. ടി ഈക്വൽ ടു ടി ഡോട്ട് നെക്സ്റ്റ് പറയുന്നു. പക്ഷെ ബാക്ക്വേർഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ലാസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നു. ടി ഡോട്ട് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലാസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ 1 by 1 ആയിട്ട് ഡാറ്റേനെ പ്രിൻറ്റ് ചെയ്യുന്നു. ഓരോ പ്രിൻറ്റിങ് കഴിയുമ്പോഴും ടീനെ തൊട്ട് മുൻപത്തെ നോഡിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ബാക്ക്വേർഡ് ഓർഡറിലും നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എൻ്റർ ദ നമ്പർ 10 എന്ന് കൊടുത്തു. ഡു യു വോണ്ട് ടു കണ്ടിന്യൂ എന്ന് ചോദിച്ചു. 1. അപ്പോൾ ഞാൻ ആകെ 2 നോട്ട്സുള്ള ഒരു ലിങ്ക് ലിസ്റ്റാണ് ഉണ്ടാക്കിയത്. ഇനി നമുക്കിപ്പോൾ ഫോർവേഡ് ഓർഡറിൽ 10 20 എന്ന് പ്രിൻറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ബാക്ക്വേർഡ് ഓർഡറിൽ 20 10 എന്ന് പ്രിൻറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകതകൾ. Hope you understood the topic. If you have any doubts, please put in the comment box. Okay. So once again, thank you. Concept clear ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാം.